ഇവിടെ അതിജീവിതയെ എനിക്ക് പരിചയമുണ്ടെന്നുള്ളത് കവിഞ്ഞ് വ്യക്തിബന്ധമൊന്നുമില്ല. പക്ഷെ വ്യക്തിബന്ധം ഉള്ളവരെല്ലാം ശരിയാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇവിടെ നമ്മുടെ കയ്യിലുള്ള നിയമത്തിൽ കിട്ടിയ തെളിവുകളുടെ അഭാവത്തിൽ ദിലീപ് നിരപരാധിയാണ്. 6 പേര് കുറ്റക്കാരാണെന്നുള്ളത് പ്രഥമദൃഷ്ട്യാ തെളിഞ്ഞു കഴിഞ്ഞു. അവർ ശിക്ഷ അനുഭവിച്ചേ മതിയാവുള്ളൂ. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ ഗൂഢാലോചന ദിലീപാണോ എന്നുള്ളതായിരുന്നു നാളിതുവരെ. ഏകദേശം 8 വർഷം. ഈ 8 വർഷത്തിൽ ദിലീപ് കുറച്ചുനാൾ ജയിലിൽ കിടന്നു. പ്രോസിക്യൂഷന് പരാജയപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളത് ഇനി മേൽക്കോടതി പോകുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോ ദിലീപ് വിജയിച്ചാലും ജയിച്ചാലും 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തീർച്ചയായിട്ടും മേൽക്കോടതിയിൽ പോകും. ഇപ്പൊ ദിലീപിനെ ശിക്ഷിച്ചിരുന്നെങ്കിലും ദിലീപ് കോടതിയിൽ പോകും. ഇപ്പൊ എന്തായാലും അതിജീവിത കോടതിയിൽ പോകും. അപ്പൊ രണ്ടായാലും ഈ കേസിന് അറുതി ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടുന്നതിനോട് ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞു, 84 ദിവസം ജയിലിൽ കിടന്നതിന് ആര് സമാധാനം പറയും. എന്നാൽ കുറ്റക്കാരനാണെങ്കിൽ 100% ശിക്ഷിച്ചില്ലെങ്കിൽ അത് നമ്മുടെ നാട്ടിലെ നീതി വ്യവസ്ഥയെ തന്നെ നമ്മൾ ബഹുമാനത്തോടുകൂടി പറയുകയാണ്. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് ദിലീപല്ലേ എന്ന്. പക്ഷെ കോടതിക്ക് ആവശ്യം എപ്പോഴും തെളിവുകളാണ്. അതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കാം. ഈ തെളിവുകളൊന്നും പോരാ എന്ന് ഈ കോടതിക്ക് തോന്നിയിരിക്കാം. ഈ കോടതിക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഇനി മേൽക്കോടതി പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ബാക്കി. ഒരാളെ വെറുതെ വിട്ടിട്ടുണ്ട്, 7ാം പ്രതിയെ വെറുതെ വിട്ടിട്ടുണ്ട്, ദിലീപിനെ മാത്രമല്ല. അപ്പോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലൊരു ചൊല്ല് പോലെ പറയുന്നുണ്ട്, നമ്മൾ എത്രയോ കേസുകൾ കണ്ടിരിക്കുന്നു, വിധി വരുമ്പോഴത്തേക്കും പ്രതി അല്ലെങ്കിൽ വാദി ജീവിച്ചിരിപ്പില്ലാത്ത, ഇല്ലേ, പ്രതി മരണപ്പെട്ടു അല്ലെങ്കിൽ വാദി മരണപ്പെട്ടു. ഇതിനൊക്കെയാണ് ഒരു നിയമം മാറേണ്ടത്. ഇത്തരം കേട്ടുകേൾവിയില്ലാത്ത കേസുകൾക്ക് ഒരു സമയപരിധിയൊക്കെ വെക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇരയ്ക്ക് നീതി ലഭിച്ചോ ഇല്ലയോ, ആ ഒരു ചോദ്യം കൂടിയാണ് പ്രധാനമായിട്ട് ഉയരുന്നത്. തീർച്ചയായിട്ടും ഇരയെ സംബന്ധിച്ചിടത്തോളം 100% നീതി ലഭിച്ചില്ല എന്നുള്ളതാണല്ലോ ഇരയെ സംബന്ധിച്ചിടത്തോളം. പ്രതി എന്ന് ആരോപിച്ചതിനായ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് നീതി ലഭിച്ചതായിട്ടായിരിക്കുമല്ലോ. ഇതാണ് എപ്പോഴും പ്രതിയും വാദിയും രണ്ടും നമ്മളെപ്പോലുള്ള ഒരു കാഴ്ചക്കാർക്ക് 2 ഭാഗത്തും എന്നുള്ളത് നമുക്കൊരിക്കലും. ഇവിടെ നിയമങ്ങളുണ്ട്, നിയമത്തിന്റെ വഴിയാണ് എല്ലാം പോകുന്നത്. ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ശിക്ഷ കിട്ടുമല്ലോ. ചെയ്തിട്ടില്ല എന്ന്, കാരണം എനിക്ക് ദിലീപുമായിട്ട് എൻ്റെ പല സിനിമകളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അസോസിയേറ്റ് ഡയറക്ടറായിട്ട്, അസിസ്റ്റന്റ് ഡയറക്ടർ, പിന്നെ അസോസിയേറ്റ് ആയിട്ട്, പിന്നെ ദിലീപിനെ വെച്ചിട്ട് ആദ്യം ഒരു ത്രൂ ഔട്ട് നായക വേഷം ദിലീപ് മുകേഷിനോടൊപ്പം പടം ഇറങ്ങാൻ 7 വർഷം എടുത്തു. തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ് ചെയ്തത് ഞങ്ങളാണ്. ആ ഒരു ബന്ധമുണ്ട്. അതേസമയം ഇവിടെ അതിജീവിതയെ എനിക്ക് പരിചയമുണ്ടെന്നുള്ളത് കവിഞ്ഞ് വ്യക്തിബന്ധമൊന്നുമില്ല. പക്ഷെ വ്യക്തിബന്ധം ഉള്ളവരെല്ലാം ശരിയാണെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇവിടെ നമ്മുടെ കയ്യിലുള്ള നിയമത്തിൽ കിട്ടിയ തെളിവുകളുടെ അഭാവത്തിൽ ദിലീപ് നിരപരാധിയാണ്. അപ്പോൾ തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ദിലീപിന്റെ ഭാഗം പറയുന്നവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഗൂഢാലോചനയാണ്, ദിലീപിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. ഇത് ശരിക്കും അതിജീവിതയ്ക്കെതിരായിട്ടുള്ള കൊട്ടേഷൻ അല്ല, ഇത് ദിലീപിനെതിരായിട്ടുള്ള ഒരു കൊട്ടേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ പലരും, സിനിമാ മേഖലയിലെ പലരും ദിലീപിനെ അനുകൂലിച്ചതും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. മൊഴി നൽകിയവരൊക്കെ തന്നെ പിന്നീട് കൂറുമാറിയ ഒരു സാഹചര്യം കണ്ടല്ലോ. അപ്പൊ അത്തരത്തിലൊരു ഭാഗത്തോടെ എങ്ങനെയാണ്? കൂറുമാറുന്നതിനോടൊന്നും എനിക്ക് ഒന്നുകിൽ പോകാതിരിക്കാം, ഒന്നും നട്ടലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. കൂറുമാറിയതൊക്കെ ഓരോരുത്തരുടെ വ്യക്തികാര്യം. മുകേഷ് മാറിയിട്ടില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാൽ കൂറുമാറുന്നതൊക്കെ ഓരോരുത്തരുടെ അവരുടെ വ്യക്തി സ്വഭാവത്തിൽ നിന്ന്. അത് നമ്മൾ അങ്ങനെയല്ല, ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം അല്ലെങ്കിൽ ഒന്നിനും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ അങ്ങനെയല്ല. ദിലീപിനെതിരെ ഗൂഢാലോചന എന്തിനാന്നുള്ളൊരു ചോദ്യം വരും. എന്തിനാണ്? പോലീസിന് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതൊന്നും അങ്ങനെയൊന്നും ഒതുക്കാൻ പറ്റുന്ന ഒന്നുമല്ല. നമുക്ക് വിധിച്ചത് നമുക്ക് വരും. അങ്ങനെ ഒരാൾ ഒതുക്കിയാലൊന്നും ഔട്ടാവുന്ന ഒന്നും അല്ലല്ലോ സിനിമ. ഇപ്പൊ മഞ്ജു വാര്യരുടെ അവസ്ഥ എന്താ? അതിനുശേഷം മഞ്ജു വാര്യർക്ക് ഉയർച്ചയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനൊന്നുമല്ല. എനിക്ക് അതിനോട് അങ്ങനെ ദിലീപിനെ ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദിലീപ് തിരിച്ച് ബാക്കിയുള്ളവരെ ഒതുക്കാൻ വേണ്ടി എന്നൊക്കെ ഇവിടെ പലരും പറയുന്നത് കേട്ടോ. എനിക്ക് അതിനോടൊന്നും അങ്ങനൊന്നും ഒതുക്കാനൊന്നും ആർക്കും പറ്റില്ല. അപ്പൊ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ എനിക്ക് ആരെങ്കിലും ഒക്കെ വേണ്ടാന്ന് വെക്കാം, അല്ലാതെ മറ്റുള്ള അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വന്നപ്പോ എല്ലാരും ജഡ്ജിമാരായി, എല്ലാരും പത്രക്കാരായി, ഇല്ലേ? അപ്പൊ അങ്ങനെ ഈ കേസിനെ ശരിക്കും പല വഴിക്ക് ഡൈവേർട്ട് ചെയ്തതിന് സോഷ്യൽ മീഡിയക്ക് ഭയങ്കര പങ്കുണ്ട്. അതുപോലെ തന്നെ കോടതികളെയും കൂടുതലായിട്ട് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ കണ്ടാൽ തന്നെ ദിലീപിനെതിരായിട്ടുള്ള വിധി മാധ്യമങ്ങൾ പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലരും ദിലീപിനെ തുടക്കത്തിൽ തന്നെ കുറ്റക്കാരനാക്കി മാറ്റുകയും അതുപോലെ ഇല്ലാത്ത അന്വേഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഇതുപോലുള്ള സെഷൻസ് കോടതികളിലും മറ്റുമൊക്കെ? ശരിക്കും മാധ്യമങ്ങളില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പലതും നമ്മൾ വെളിയിൽ അറിയില്ലല്ലോ. പഴയ കാലമല്ലല്ലോ ഇത്. വിരൽത്തുമ്പിലല്ലേ, നമ്മുടെ എല്ലാം വിരൽത്തുമ്പിൽ നമുക്ക് നിമിഷം കൊണ്ട് അറിയാവുന്ന കാര്യങ്ങൾ. പണ്ടാണെങ്കിൽ നമുക്ക് ഈ വിധി എന്നാ നമ്മളൊക്കെ അറിയണം, ഇനി നാളെ രാവിലത്തെ പത്രത്തിലല്ലേ അറിയുള്ളൂ.
ഇന്ന് കാലം മാറി. അപ്പൊ അതുകൊണ്ട് പിന്നെ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്നുണ്ട്, ജഡ്ജിയെ തെറി പറഞ്ഞവരുണ്ട്, പോലീസ് ഓഫീസേഴ്സിന് പറഞ്ഞവരുണ്ട്, കുറ്റം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെല്ലാം വന്നിട്ടുണ്ട്, ദിലീപിനെതിരെ എന്തെല്ലാം വന്നു, ആ പെൺകുട്ടിക്കെതിരെ എന്തെല്ലാം വന്നു, അതിജീവിതക്കെതിരെയൊക്കെ എന്തെല്ലാം വന്നു. അപ്പൊ അതൊന്നും നമ്മൾ വകവയ്ക്കേണ്ട കാര്യമില്ല. ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ വിടുക. അന്തിമ തീരുമാനം ദൈവത്തിൻ്റെതാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ശരി ശരി ശരി, വളരെ ഓക്കെ, താങ്ക് യു. താങ്ക് യു താങ്ക് യു സർ. അവിടെ ഒറ്റ സെക്കൻഡ് വണ്ടി ഇറക്കണേ ഞാനല്ലേ, വണ്ടി ഇറക്കണേ you